ലൈവിൽ ഇപ്പോൾ നമ്മുടെ റാങ്കിങ് ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. വൻ കോമഡി ആയിരുന്നു. ഓരോ മത്സരാർത്ഥികളുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനം തൊട്ട് അങ്ങോട്ടായിരുന്നു, അതായത് 6, 5, 4, 3, 2 ഇത്തരം സ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു കൂടുതലും മത്സരാർത്ഥികൾ പോരടിച്ചിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തിന് വേണ്ടി ഏറ്റവും അവസാനം വന്ന് നിന്നിട്ടുള്ളത് നമ്മുടെ അപ്സര ഉണ്ടായിരുന്നു, അഭിഷേക് ഉണ്ടായിരുന്നു, സിജോ ഉണ്ടായിരുന്നു, നന്ദന ഉണ്ടായിരുന്നു. നന്ദനയൊക്കെ എന്താണ് അവിടെ കാണിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് അവസാനമുള്ള 4 പേരെ പിന്നീട് ആൾക്കാർക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുന്നു. ആ ഒരു സമയത്ത് നന്ദന വീണ്ടും സിജോവിനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നന്ദനയ്ക്ക് പണം മതി എന്നൊക്കെ പറയുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ആ കൊച്ച് എന്താണ് കാണിക്കുന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എല്ലാവരും മജോറിറ്റി സപ്പോർട്ട് കിട്ടിയിട്ടുള്ള അഭിഷേകിനാണ്. അങ്ങനെ അഭിഷേക് 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 2ാം സ്ഥാനം ജിൻഡോ വന്നിട്ടുണ്ട്. 3ാം സ്ഥാനം നോക്കുവാണെങ്കിൽ അർജുൻ, ശ്രീതു, 4ാം സ്ഥാനം ശ്രീതു, 5ാം സ്ഥാനം ഋഷി, 6 സായി, 7 അൻസിബ, 8 രശ്മിൻ, 9 നോറ, 10 ജാസ്മിൻ, 11 സിജോ, 12 അപ്സര, 13 നന്ദന. ഈ 6ാം സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം തന്നെ തോന്നിയ പോലെ തന്നെ അവർ ഇഷ്ടങ്ങൾക്ക് പോയി നിന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഡൗട്ടൊക്കെ തോന്നാം എന്തുകൊണ്ടാണ് ജാസ്മിനൊക്കെ 10ാം സ്ഥാനത്തിലോട്ട് പോയെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാകുന്നതാണ്. എന്തായാലും വൻ കോമഡി തന്നെയായിരുന്നു ടാസ്ക്. ബിഗ് ബോസിൻ്റെ അന്തിമ വിധി വന്നിരിക്കുകയാണ്. ഇതിൽ നോക്കുവാണെങ്കിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ള അഭിഷേക് 11ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനും കൂടെ ആയിരിക്കുകയാണ്. എന്തായാലും ടാസ്കുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾ കാണുന്ന പൊസിഷൻ. പിന്നെ അവർക്ക് ചുമ്മാ തർക്കിച്ച് വാദിക്കാമെന്നേ ഉള്ളൂ. പിന്നെ 1ാം സ്ഥാനത്തിന് വരുന്നവനാണെങ്കിലും 2ാം സ്ഥാനത്തിന് വരുന്നവനാണെങ്കിലും ആദ്യമേ ബാക്കിയുള്ളവരുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കണം. അത്രമാത്രമാണ് ഈ ഒരു ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.